എടാ, മെന്റലബിലിറ്റിയിലെ ക്ലോക്കിന്റെ സൂചികൾക്കിടയിലുള്ള ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ മറന്നു പോകാറുണ്ടോ? എന്നാൽ ഇനി ഇക്വേഷൻ ഇല്ലാതെ ഇതെങ്ങനെ ഈസിയായി ചെയ്യാമെന്ന് നോക്കിയാലോ? അതിനായി നമുക്കൊരു പ്രീവിയസ് ചോദ്യം പരിചയപ്പെടാം. നോക്കിയേ, 9:20 വരുമ്പോൾ മണിക്കൂർ സൂചി 9-ലും മിനിറ്റ് സൂചി 4-ലും. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കുക. 9ഉം 4ഉം 5. കിട്ടിയ ഉത്തരത്തെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 30 150. ഇനി ഉത്തരത്തിലേക്ക് എത്താൻ ചെറിയൊരു വഴി കൂടി. തന്നിരിക്കുന്ന മിനിറ്റിന്റെ പകുതി നോക്കുക. ഇവിടെ മിനിറ്റ് 20 ആണ്. അതിന്റെ പകുതി എടുക്കുമ്പോൾ 10 കിട്ടും. ഇനി നോക്കുക, ക്ലോക്കിൽ മിനിറ്റ് സൂചി ആദ്യം പ്രത്യക്ഷപ്പെട്ടാൽ കണ്ടുപിടിച്ചിരിക്കുന്ന 10നെ 150നോടൊപ്പം ആഡ് ചെയ്യുക. ഇനി മണിക്കൂർ സൂചിയാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ കണ്ടുപിടിച്ച ഉത്തരം കുറയ്ക്കുക. നമുക്കറിയാം 9:20 ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് എന്താണ്? മിനിറ്റ് സൂചിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? 150നോടൊപ്പം 10 ആഡ് ചെയ്യുക. സോ 150 + 10 എത്ര കിട്ടും? 160. അപ്പോൾ ഇവിടെ സമയം 9:20 ആകുമ്പോൾ കോണളവ് എത്രയാണ്? 160 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി ഒന്ന് നോക്കാം. സമയം 4:20. അങ്ങനെയാണെങ്കിൽ കോണളവ് എത്രയാണെന്ന് അറിയണ്ടേ? നമുക്കറിയാം 4:20 വരുമ്പോൾ മണിക്കൂർ സൂചി 4-ലും മിനിറ്റ് സൂചി എവിടെയാണ്? അതും 4-ലാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവയുടെ വ്യത്യാസം കാണുക. നമുക്കറിയാം 4ഉം 4ഉം ചെയ്യുമ്പോൾ അവിടെ 0 ആണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന മിനിറ്റിന്റെ പകുതി നോക്കുക. ഇവിടെയും 20 ആണ്. അതിന്റെ പകുതി എടുക്കുമ്പോൾ 10 ആണ് കിട്ടുന്നത്. നമുക്കറിയാം 4:20 വരുമ്പോൾ ആദ്യം പ്രത്യക്ഷമാകുന്നത് എന്ത് തന്നെയാണ്? മിനിറ്റ് സൂചി തന്നെയാണ്. അതുകൊണ്ട് എന്താണ്? 4:20 ആകുമ്പോഴുള്ള കോണളവ് അവിടെ എത്രയാണ് കിട്ടുന്നത്? 10 ഡിഗ്രിയാണ്. ഇനി നിങ്ങൾക്കായി ഒരു ചോദ്യം. At 3:40 the hour hand and the minute hand of a clock form an angle of. ഉത്തരം കമന്റ് ചെയ്യൂ.